നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിൽ പങ്കാളികളാവാനായിട്ട് പുതിയ ഓഹരികളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ച, അതായത് ഡിസംബർ 19 മുതൽ 21 വരെ ഓപ്പൺ ആയിരിക്കുന്ന ഒരു കമ്പനിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ IPOയുടെ പേര് ഹാപ്പി ഫോർജിങ്സ് ലിമിറ്റഡ് എന്നാണ്. ഇത് സേഫ്റ്റി ക്രിട്ടിക്കൽ ഹെവി ഫോർജ്ഡ് ഹൈ പ്രിസിഷൻ മെഷീൻസ് കോമ്പോണൻസിൻ്റെ ഡിസൈനിങ്ങും എൻജിനീയറിങ്ങും മാനുഫാക്ചറിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതായത് ഈ ക്രാങ്ക് ഷാഫ്റ്റ്, പിന്നെ ആക്സിൽ ബീം, സ്റ്റിയറിംഗ് നക്കിൾസ്, അത്തരത്തിലുള്ള ഉപകരണങ്ങളാണ് ഇവർ കൂടുതലായിട്ടും നിർമ്മിക്കുന്നത്. ഈ കമ്പനി 1008.59 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ റേസ് ചെയ്യുന്നത്. അതിൽ 400 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികളാണ്. ബാക്കി 608.59 കോടി രൂപയ്ക്കുള്ളത് ഓഫർ ഫോർ സെയിലുമാണ്. അപ്പോൾ ഈ കമ്പനിയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഹാപ്പി ഫോർജിങ്സ് ലിമിറ്റഡ് ഇത് ഏകദേശം 40 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സേഫ്റ്റി ക്രിട്ടിക്കൽ ഹെവി ഫോർജ്ഡ് ഹൈലി പ്രിസൈസ് മെഷീൻ കോമ്പോണൻസ് നിർമ്മിക്കുന്ന, അത് ഡിസൈൻ ചെയ്യുന്ന, സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇത് സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന പോലെ തന്നെ പഞ്ചാബിലെ ലുധിയാനയിലാണ് ഈ കമ്പനി ഉള്ളത്. 3 മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ആണ് കമ്പനിക്കുള്ളത്. ലുധിയാനയിൽ കങ്കൻവാൾ എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രധാനപ്പെട്ട 2 യൂണിറ്റുകളുള്ളത്. പിന്നെ ഡൂഗ്രിയിലും ഈ കമ്പനിയുടെ മറ്റൊരു യൂണിറ്റ് ഉള്ളത്. ഹാപ്പി ഫോർജിങ്സിൻ്റെ ക്ലയൻസ് അധികവും ഒറിജിനൽ എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചറേഴ്സാണ്. അതായത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെയൊക്കെ വലിയ മാനുഫാക്ചറേഴ്സാണ് അവരുടെ പ്രധാന ക്ലയൻസ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലുള്ളവരും ഇവരുടെ ക്ലയൻസാണ്. പിന്നെ ഈ ഓട്ടോമൊബൈൽ സെക്ടറിന് ഉള്ള മാനുഫാക്ചറിങ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രധാനപ്പെട്ടത് ഫാം എക്യുപ്മെൻറ്റ്സ്, പിന്നെ ഓഫ് ഹൈവേ വെഹിക്കിൾസിൻ്റെ പാർട്സ്, പിന്നെ ഇൻഡസ്ട്രിയൽ എക്യുപ്മെൻറ്റ്സും മെഷീനറികളും, അതായത് ഓയിൽ ആൻഡ് ഗ്യാസ്, പവർ ജനറേഷൻ, റെയിൽവേസ്, വിൻഡ് ടർബൈൻ ഇൻഡസ്ട്രി, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളും ഈ ഹാപ്പി ഫോർജിങ്സ് നിർമ്മിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് ലീഡിംഗ് ക്ലയൻസിൻ്റെ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. AM ഇന്ത്യ മാനുഫാക്ചറിങ്, അശോക് ലൈലാൻഡ്, ബോൺഫിംഗ്ലി ഓയിൽ ട്രാൻസ്മിഷൻ, ദാന ഇന്ത്യ, IBCC ഇൻഡസ്ട്രീസ്, ഇൻ്റർനാഷണൽ ട്രാക്ടേഴ്സ് ലിമിറ്റഡ്, JCB ഇന്ത്യ, ലേബർ CMC ടെക്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, മെറിറ്റർ HVS AB, മെറിറ്റർ ഹെവി വെഹിക്കിൾസ്, പിന്നെ SML ഇസൂസു ലിമിറ്റഡ്, സ്വരാജ് എൻജിൻസ് ലിമിറ്റഡ്, ഇങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള കൊമേഴ്ഷ്യൽ വെഹിക്കിൾ നിർമ്മാതാക്കളെല്ലാം തന്നെ ഈ കമ്പനിയുടെ ക്ലയൻസാണ്. അതുകൂടാതെ വലിയ കസ്റ്റമേഴ്സ് മറ്റു രാജ്യങ്ങളിൽ, അതായത് ബ്രസീൽ, ഇറ്റലി, ജപ്പാൻ, സ്പെയിൻ, സ്വീഡൻ, തായ്ലാൻഡ്, ടർക്കി, UK, USA തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വലിയ കമ്പനികൾ കസ്റ്റമേഴ്സായിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. 45 വർഷത്തിലേറെ ഇത്തരം മാനുഫാക്ചറിങ് രംഗത്ത് പ്രവർത്തിക്കുന്ന പരിതോഷ് കുമാറാണ് ഇതിൻ്റെ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തെ കൂടാതെ ആശിഷ് ഗാർഗ്, മേഘ ഗാർഗ്, പിന്നെ ആയുഷ് ക്യാപിറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കോർപ്പറേറ്റ് അംഗം കൂടിയുണ്ട്. അതുകൂടാതെ ഗാർഗ് ഫാമിലി ട്രസ്റ്റ്, പരിതോഷ് കുമാർ ഗാർഗ് ഫാമിലിയുണ്ട്, ആശിഷ് ഗാർഗ് ആൻഡ് സൺസ് ഫാമിലിയുണ്ട്. ഇവരുടെ എല്ലാവരുടെയും, പ്രൊമോട്ടേഴ്സിൻ്റെ എല്ലാവരുടെയും കൂടി കയ്യിൽ ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 88.24% ഓഹരികളാണ് ഉള്ളത്. ഇനി ഹാപ്പി ഫോർജിങ്സിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ 2021 മുതൽ 2023 വരെയുള്ള മുഴുവൻ കണക്കുകളാണ് ഉള്ളത്. പിന്നെ അതുകൂടാതെ 2024 ഹാഫ് ഇയർലി ആണ്. അപ്പോൾ റവന്യൂ നോക്കുകയാണെങ്കിൽ 584.96 കോടി രൂപയാണ് 2021. അത് വർദ്ധിച്ച് 860.05 കോടിയായിട്ടുണ്ട് 2022. 23 1196.53 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇനി നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 86.45 കോടി രൂപയാണ് 2021. അത് 142.29 കോടിയായിട്ട് 2022 മാറുന്നു. 2023 ആയപ്പോഴത്തേക്ക് 208.7 കോടിയായിട്ട് മാറിയിട്ടുണ്ട്. അതായത് 2022-23 വർഷങ്ങളിലെ കണക്ക് നോക്കുകയാണെങ്കിൽ റവന്യൂ ഏകദേശം 38-39% വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിലും ഏകദേശം 46-47% അടുത്ത് വർധനവാണ് നെറ്റ് ഇൻകത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മികച്ച ലെവലിൽ തന്നെ പ്രവർത്തിച്ച് പോകുന്ന ഒരു കമ്പനിയാണ് ഹാപ്പി ഫോർജിങ്സ് എന്ന്
നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഹാപ്പി ഫോർജിങ്സിൻ്റെ മറ്റു വിശേഷങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം വാല്യുവേഷൻസ് നോക്കാം. EPS 23.32, പി റേഷ്യോ നോക്കുകയാണെങ്കിൽ 34.65, ഇഷ്യൂവിന് ശേഷം 36.45, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 21.12%, NAV 110.43 പെർ ഷെയറുമാണ് കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പിയർ കമ്പനികൾ പരിശോധിക്കുകയാണെങ്കിൽ ഭാരത് ഫോർജ് ലിമിറ്റഡ് അവരുടെ ബേസിക് EPS 11.35, ക്രാഫ്റ്റ്മാൻ ഓട്ടോമേഷൻ ലിമിറ്റഡ് 117.56 അവരുടെ EPS കാണുന്നത്. രാമകൃഷ്ണ ഫോർജിങ്സ് ലിമിറ്റഡ് 15.52, സോന BLW പ്രിസിഷൻ ഫോർജിങ്സ് 6.76 ബേസിക് ആയിട്ടുള്ള EPS കാണുന്നത്. ഈ കമ്പനിയുടെ ഹാപ്പി ഫോർജിങ്സിൻ്റെ 23.32 എന്നാണുള്ളത്. ഇനി നമുക്ക് ഈ കമ്പനിയുടെ ഇഷ്യൂ നടത്തുന്നതിൻ്റെ ഒബ്ജക്റ്റ് എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ 400 കോടി രൂപയാണല്ലോ ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി കമ്പനിയിലേക്ക് ലഭിക്കുന്നത്. അതിൽ 171.13 കോടി രൂപയ്ക്കുള്ളത് എക്യുപ്മെൻറ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട്, അവരുടെ പ്ലാന്റിലേക്ക് ആവശ്യമായിട്ടുള്ള മെഷീനറികളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. 152.76 കോടി രൂപ കടബാധ്യതകൾ കൊടുത്തു തീർക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്, ബോറോയിങ്സ് ഒക്കെ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടും, ബാക്കിയുള്ളത് ജനറലായിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ലീഡ് മാനേജർ നോക്കുകയാണെങ്കിൽ JM ഫിനാൻഷ്യൽസ്, ഇക്വിറാസ് ക്യാപിറ്റൽ, ആക്സിസ് ക്യാപിറ്റൽ, പിന്നെ മോത്തിലാൽ ഓസ്വാൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇവരൊക്കെയാണ് ലീഡ് മാനേജേഴ്സ്. രജിസ്ട്രാർ ടു ദ ഇഷ്യൂ നോക്കുകയാണെങ്കിൽ ലിങ്ക് ഇൻ ടൈം ഇന്ത്യയുമാണ്. ഹാപ്പി ഫോർജിങ്സ് ലിമിറ്റഡ് എന്ന ഈ കമ്പനിയുടെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ December 19 മുതൽ 21 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 808 രൂപ മുതൽ 850 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. അത് റീസണബിളി പ്രൈസ്ഡ് ആണ്. ഫ്രഷ് ഓഹരികൾ 400 കോടി രൂപയ്ക്കുള്ളതുണ്ട്. ഇതിൻ്റെ ഓഫർ ഫോർ സെയിൽ 608.59 കോടി രൂപയ്ക്കുള്ളത് വരും. അങ്ങനെ ടോട്ടൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ 1008.59 കോടി രൂപയ്ക്കുള്ളതാണ്. ഇനി റീറ്റെയിലേഴ്സിന് മിനിമം അപ്ലൈ ചെയ്യേണ്ടത് 17 ഓഹരികളാണ്. ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 17 ഓഹരികളാണ്. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാം. HNIസിനാണെങ്കിൽ 14 ലോട്ട് മുതൽ 69 ലോട്ട് വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ ഫേസ് വാല്യൂ 2 രൂപയേ ഉള്ളൂ. ഇനി അലോക്കേഷൻ വരുന്നത് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നത് 35% റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട്. അലോക്കേഷൻ വരുന്ന ഡേറ്റ് നോക്കുകയാണെങ്കിൽ December 22 ആയിരിക്കും. ലിസ്റ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് ഏകദേശം December 27 ആയിരിക്കും. ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളവരോട് പറയാനുള്ള, ഏകദേശം 40 വർഷത്തിലേറെ ഇത്തരത്തിലുള്ള മാനുഫാക്ചറിങ് രംഗത്ത്, മെഷീനറികളുടെ മാനുഫാക്ചറിങ് രംഗത്ത് പ്രവർത്തന പരിചയമുള്ള ഒരു കമ്പനിയാണിത്. ഇതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇഷ്യൂ കഴിയുമ്പോൾ 18.14 കോടി രൂപയായിരിക്കും. മാർക്കറ്റ് ക്യാപ്പ് 8007.42 എന്നായിരിക്കും. പിന്നെ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇത് ഇന്ത്യയിലെ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ഗ്ലോബലായിട്ട് തന്നെ ഇത്തരത്തിൽ വലിയ ഓട്ടോ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ച് നൽകുന്നതാണ്. അവരെല്ലാം തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഓട്ടോ രംഗത്തല്ലാത്ത രംഗങ്ങളിലും ഇൻഡസ്ട്രിയൽ സെക്ടറുകളിൽ ഇവരുടെ മെഷീനറികൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പിന്നെ ടോപ്പ് ലൈനും ബോട്ടം ലൈനും വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഇതിൻ്റെ ഫിനാൻഷ്യൽ കണക്കുകൾ പരിശോധിച്ചപ്പോൾ കാണാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ ഇഷ്യൂവിൽ പങ്കാളികളാവുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് എനിക്ക് ഇൻവെസ്റ്റേഴ്സിനോട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിട്ട് പറയുന്നത്. ഹാപ്പി ഫോർജിങ്സ് എന്ന കമ്പനിയുടെ ഇഷ്യൂ വിശേഷങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതോടൊപ്പം കമൻറ്റുകളിടണം. നിങ്ങളിത് വീഡിയോയെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും ഉടൻ തന്നെ കാണേണ്ടതുണ്ട്. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.